അവരുടെ മർദ്ദനങ്ങൾ ഏറ്റു യൂസുഫിൻ്റെ ശരീരം വേദനയാൽ പിടഞ്ഞു. നിമിഷങ്ങൾ കഴിയുന്തോറും അവരുടെ കോപം ഇരട്ടിച്ചു. അല്പം അകലെ കിടന്നിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അവരിൽ ചിലർ അവശനായി കിടക്കുന്ന യൂസുഫിൻ്റെ നേരെ പാഞ്ഞെടുത്തു. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ യഹൂദ അവരെ തടഞ്ഞു. അരുത്, യൂസുഫിനെ കൊല്ലരുത്, അവനെ വധിക്കരുത്, അതിനാൻ അനുവദിക്കില്ല. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നടന്ന എല്ലാ കാര്യവും ഞാൻ പിതാവിനെ അറിയിക്കും. ഇത് കേട്ടപ്പോൾ അവർ കല്ല് താഴെയിട്ടു. യഹൂദ, എന്താണ് നീ പറയുന്നത്? ഇവൻ്റെ ശല്യം അവസാനിപ്പിക്കുവാൻ നമുക്ക് വീണ് കിട്ടിയ അവസരമാണിത്. അത് നഷ്ടപ്പെടുത്തണമെന്നാണോ നീ പറയുന്നത്? റൂബീൻ, ഇവൻ്റെ ശല്യം തീർക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം. അതിനായി ഞാനൊരു നിർദ്ദേശം പറയാം. അതാ ആ കാണുന്ന പൊട്ടക്കിണറ്റിൽ അവനെ ഉപേക്ഷിക്കാം. ഏതെങ്കിലും വഴിയാത്രക്കാർ അവനെ കൊണ്ടുപോയിക്കോളും.